ഈ ബിസിനസ് എന്ന് പറയുന്നതിന്റെ കുഴപ്പം എവിടെയെന്ന് അറിയാമോ? ചിലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും. സാർ ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ. സാറിന്റെ പുസ്തകം ഏത് നിമിഷം അന്ത്യശ്വാസം വരും. ഇയാൾക്ക് എന്താ നിന്റെ അസുഖ? ഇവിടെ താനൊരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നത്. ബസ് തല്ലി പൊളിച്ചോണ്ട് താൻ എന്ത് നേടി? 3-4 തൊഴിലാളികളുടെ കഞ്ഞൂരി മുട്ടിച്ചു. ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാൻ. ബോഡിയൊക്കെ ഓക്കെയാണ്, വൈപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട്. ഇനി സാറിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതുകൂടെ കിട്ടിയാൽ എല്ലായി. അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു, അതിനവര് ബസ് തല്ലി പൊളിച്ചു. അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിട്ടില്ല. കുറച്ച് രൂപയുണ്ടെങ്കിൽ ബസ് ഞാൻ നാളെ ഇറക്കും. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കാം മാവ. ഇത്തിരി ധൃതിയുണ്ട് മാവ. ഞാൻ കടം ചോദിക്കുന്നത് പേടിച്ചിട്ടാണ്. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാ ഞാൻ. പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എന്തിനാ സാറേ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ഒരു നാടകം ഇവിടെ കളിച്ചത്? ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല? നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ച പിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം. ഒരുത്തനെ കുത്തുവാൾ എടുപ്പിച്ചത് എല്ലാവരും നിർത്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയ അവൻ ബൂർഷ, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ. 2 ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം. ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാണ് തനിക്കെല്ലാം ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം.